ജോർജ് ജോസഫ്, ഞാൻ ജോർജ് ജോസഫിൽ ശ്രീ മോഹൻ റോയിലേക്ക് എത്താൻ വൈകി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ അമ്മയുണ്ടായിരുന്നു, അമ്മയോട് കുറച്ച് നേരം കേൾക്കണമായിരുന്നു. അതിനുശേഷം ആ പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, ഉദ്യോഗസ്ഥന് ചില പ്രധാന ഇൻപുട്ട്, അതുകൊണ്ടാണ് ഞാൻ എല്ലാം എത്താൻ വൈകി, എന്നോട് ക്ഷമിക്കണം. ജോർജ് ജോസഫ്, ഇത് എളുപ്പമാണോ? ഇത് എളുപ്പമാണോ ശ്രീ ജോർജ് ജോസഫ്? ഒരു കൈയുള്ള ഒരാൾ ആ ഒറ്റക്കൈ കരുത്തിൽ ഈ പറയുന്ന കേരളത്തിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് സെക്യൂർ ജയിൽ, ഒന്നല്ല, എന്താണ്, ഒരു ചുറ്റുമതിൽ, അതിനുശേഷം 7.5 മീറ്ററുള്ള മറ്റൊരു ചുറ്റുമതിൽ 8 മാസത്തെ പ്ലാനിങ്ങിൽ ചാടിക്കടന്നു, അത് ഒറ്റയ്ക്ക്. വിശ്വസനീയമാണോ ജോർജ് ജോസഫ്? അത് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവൻ്റെ ക്യാരക്ടറും സ്വഭാവവും മനോധൈര്യവും എല്ലാം നമ്മൾ അഷ്റഫ് ഇവനെ അറസ്റ്റ് ചെയ്ത കേസിൻ്റെ അന്വേഷണത്തിൽ കൂടെ അവസാനം വരെ കൊടുക്കുന്ന അഷ്റഫ്, അതിൻ്റെ ആ അന്വേഷണ രീതികളും അദ്ദേഹം പോയ സഞ്ചരിച്ചകളും നമ്മൾ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. കാരണം ഇവൻ ആരാണ് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായ, അതിൽ കൂടെ ഏതായാലും 24 കൂടെ പങ്കും വെച്ചു. അത് തന്നെയല്ല, ഞാൻ ഇവിടെ ഇവൻ ചാടി എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ ഈ പൂജപ്പുരയിലെ ആ സെൻട്രൽ ജയിലിൽ നിന്ന് ഒരാൾ ചാടി, അത് കൊലക്കേസ് പ്രതി, അന്ന് അവൻ സ്വീകരിച്ച അതേ മോഡസ് ഓപ്പറാൻഡി തന്നെയാണ് ഇവനും സ്വീകരിച്ചിരിക്കുന്നത്. അവനൊരു ആക്സാ ബ്ലേഡ് ഉണ്ട്. ഇത് ഞങ്ങൾ ആക്സാ ബ്ലേഡ് അവൻ സൂക്ഷിച്ച്, അവർക്കാർക്കും ഏകദേശം 30 ദിവസം 32 ദിവസം അവന് ഈ വെന്റിലേറ്ററിൽ കയറി ഇരുന്ന് അറുത്താണ് അവൻ രക്ഷപ്പെട്ടു പോയി, അവനും വേറൊരു തടവുകാരനും. അപ്പോൾ ആക്സാ ബ്ലേഡ് ഞാൻ അവനോട് ചോദിച്ചു എവിടെ വെക്കും ഇത്. അവിടെ ഒരു പരിശോധന അങ്ങനെ ഇല്ല, എങ്കിലും കാണാതിരിക്കാൻ അവിടെ തറയോടാണ് ആ സെല്ലിനകത്ത്. ആ തറയോട് രണ്ടിൻ്റെയും ചേർന്നിട്ട് നമുക്കറിയാം അല്പം സിമെൻ്റ് ഉണ്ടാവും, ചെറിയ വര പോലെ കാണും, അതിനകത്ത് ആക്സാ ബ്ലേഡ് വെക്കും. അത് ഉദ്യോഗസ്ഥർ കണ്ടുപിടിച്ചില്ല. അത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ അത് തന്നെ ആക്സാ ബ്ലേഡ് കിട്ടിയിട്ടുണ്ട്. അതിൽ വേറെ എന്ത് പറഞ്ഞാലും അതിനോട് അംഗീകരിക്കാൻ പറ്റില്ല. അവിടെ ആക്സാ ബ്ലേഡ് സുലഭമാണ്, അവിടെ പ്രസ്സുണ്ട്, പ്രിൻറ്റിങ് ഏരിയ ഉണ്ട്, അവിടെയൊക്കെ ആക്സാ ബ്ലേഡ് ഉണ്ട്. അത് എപ്പോഴെങ്കിലും സൗകര്യമായിട്ട് എടുത്ത് വെച്ച് അവിടെ. അപ്പോൾ അന്ന് മുതലേ ആ കേസിൻ്റെ റിപ്പോർട്ടിനകത്ത് കൊടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇതുപോലെയുള്ള സെല്ലിനകത്ത്, കാരണം ഇവന് 10-40 ദിവസം ഇരുന്ന അർത്ഥവനാണ്, അത് കണ്ടുപിടിക്കാൻ ആ സെല്ല് രാത്രിയിലും പകലും അവിടെ ചെക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. വീഴ്ചയാണ് അത് അവരുടെ ഭാഗത്തുനിന്ന്. ഇത് അന്നേ നമ്മളൊരു സർക്കുലർ തന്നെ അന്നത്തെ ജയിൽ DGP ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇവർ നേരത്തെ തന്നെ ആയുധങ്ങൾ, ചെറിയ ചെറിയ ബ്ലേഡുകൾ കരുതി വെക്കും. അത് ഒളിച്ചു വെക്കുന്ന ഇവർ കിടക്കുന്ന മുറിയിൽ നിന്ന് പിടിക്കാൻ പറ്റിയില്ല. അത് എന്തായാലും വീഴ്ച തന്നെയാണ്. ഇവിടെ അത് തന്നെ നടന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെ കേൾക്കാമോ? ഹലോ, പിന്നെ ഞാൻ ഇവൻ ചാടി എന്ന് അറിഞ്ഞപ്പം ഭയപ്പെട്ടത്, ഇവനെ പിടിക്കാൻ പറ്റൂല എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളുടെ ചാനലിൽ ആദ്യമേ പറഞ്ഞത്. ഇവനെ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം ഇവൻ്റെ ചില നിഗമനങ്ങൾ തെറ്റി. കാരണം ഇവനെ നേരം വെളുത്ത് രാത്രി നടന്നാൽ പിടിക്കുമെന്ന് വിചാരിച്ച അവിടെ 4-4:30-5 മണി വരെ ഇവനൊരു മരത്തിൻ്റെ ചോട്ടിൽ ഒളിച്ചിരുന്നു ചാടിയിട്ട്. എന്നാൽ ആ വഴി നേരത്തെ ശിവജി എന്ന് പറഞ്ഞവൻ ചാടിപ്പോയപ്പം അവിടുന്ന് 1 കിലോമീറ്റർ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് 1.5 കിലോമീറ്റർ റെയിൽവേ ട്രാക്കിലേക്കും. അവൻ്റെ ബുദ്ധി അതാണ്, നേരെ റെയിൽവേ ട്രാക്കിൽ പോയി നടന്ന് കിട്ടുന്ന ഏതെങ്കിലും ട്രെയിനിൽ ചാടി കയറി അങ്ങ് പോകും. പക്ഷേ ഇവൻ അതിന് തയ്യാറായില്ലാത്തതുകൊണ്ടാണ് ഇവനെ നമുക്ക് പിടിക്കാൻ പറ്റിയത്. ഇവൻ കുറച്ച് അതിബുദ്ധി കാണിച്ച്, ഇവൻ്റെ കൈ പൈസ ഇല്ല, വേറെ ആരും സഹായിക്കാനില്ല. ഇവൻ അവിടെ കയറി ഒളിച്ചിരുന്ന് നേരം വെളുപ്പിച്ച് എങ്ങനെയെങ്കിലും നേരം വിളിച്ചിട്ട് രാത്രി ആയി കഴിഞ്ഞാൽ അവിടുന്ന് പതുക്കെ നടക്കും. പക്ഷേ കണ്ടെടുത്തി ആ ഓട്ടോ ഡ്രൈവറെ മറ്റേ 2 ആൾക്കാരെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ചിത്രം പ്രേക്ഷകർ കണ്ടതാണ്, ആ ചിത്രം പ്രേക്ഷകർ കണ്ടതാണ്, ചെറിയ ചിത്രം. ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഭയപ്പെട്ടത് ഇപ്പം അങ്ങ് പറഞ്ഞേക്കാം. സൗമ്യയുടെ അമ്മയെ കൊല്ലാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇവനെതിരായിട്ട് ശിക്ഷിപ്പിക്കാൻ മൊഴി കൊടുത്ത അവർ. രണ്ടാമത് അഷ്റഫിൻ്റെ കാര്യം തന്നെയായിരുന്നു ഞാൻ ഭയപ്പെട്ടിരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ തീർച്ചയായിട്ടും വക വരുത്താനാണ് ഇവൻ കേരളത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് തന്നെയായിരിക്കും. ഇവനെ വളരെ വിചിത്ര മനസ്സുള്ള ഒരുത്തനാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇവൻ്റെ സുരക്ഷിതത്വം ഇനിയും നമ്മൾ ഇവൻ ഇനിയും ചാടും. അവൻ്റെ എയിം അതാണ്. അവന് ഒരു സെക്ഷലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവൻ്റെ മൈൻഡിൽ കൂടെ പോകുന്ന ഒരുത്തനാണ്. കാരണം എവിടെ ചെന്നാലും ശരി അവന് ഇതിന് മാത്രം മുൻതൂക്കം കൊടുക്കുന്ന ഒരു ക്രിമിനലാണ്. അത് നമ്മൾ വിചാരിക്കുന്ന ലെവലല്ല. അതിനുവേണ്ടി ആരെ കൊല്ലുന്നൊന്നും അവന് പരിഹാരം എന്താണെന്ന് പറയാൻ നാട്ടിൽ പക്ഷേ പറഞ്ഞു വിടാം. ഒരു മാന്യന്മാരുടെ പ്ലാറ്റ്ഫോമിൽ അത് പറയാൻ പറ്റുന്നില്ല.